ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന പല സംഭവങ്ങളും പല ക്യാമറകൾ ഒരേ സമയം ഒപ്പിയെടുത്ത് അതിൻ്റെ പല ആംഗിളുകളാണ് സമൂഹത്തിന് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളെ കാണിക്കാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുമുണ്ട്. നമ്മൾ അറിയുന്ന പല കാര്യങ്ങളും വെച്ചാണ് നമ്മൾ വിധി എഴുതുന്നത്. എന്നാൽ മത്സരാർത്ഥികൾക്ക് അതിനപ്പുറത്ത് വേറെ ചില കാഴ്ചപ്പാടുകളുണ്ട്. കാരണം അവർ കൃത്യമായിട്ട് എല്ലാം നോക്കിക്കാണുന്നവരാണ്. അവർ കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിധി എഴുതുകയും അവരുടെ ഗെയിമുകൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വെച്ച് മാത്രമാണ് നമ്മൾ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും പല മത്സരാർത്ഥികളെയും അനുകൂലിക്കുകയും പലർക്കും പ്രതികൂലമായി മാറുകയും ചെയ്യുന്നത്. എന്നാൽ തിരിച്ചാകട്ടെ, അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് പുറത്തെന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സൂചനകളുമില്ല. അവർ പറയുന്ന ഓരോ വാക്കുകളും വളരെ അളന്നു കുറിച്ചു മാത്രമേ പറയുവാൻ പാടുള്ളൂ. കാരണം ഇതൊക്കെ ഏറെ ചെയ്യപ്പെട്ടാൽ പ്രേക്ഷക സമൂഹം എങ്ങനെയായിരിക്കും ഇതിനെ വിധി എഴുതുന്നത് എന്നുള്ളത് അവരുടെ മുൻപിലുള്ള തികച്ചും പ്രശ്നകരമായൊരു വിഷയം തന്നെയാണ്. ആകെക്കൂടി അവർക്ക് ലഭിക്കുന്ന ചില ഹിന്റുകൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ കൊടുക്കുന്ന വാക്കുകളാണ്. ഓരോരോ വിഷയങ്ങളും ലാലേട്ടൻ അവിടെ കൈകാര്യം ചെയ്യുമ്പോൾ അത് സമൂഹത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സമൂഹം എന്ത് ചിന്തിക്കുന്നു, സമൂഹം എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്, അത് തന്നെയായിരിക്കും ലാലേട്ടൻ വന്ന് സംസാരിക്കുക. ഇതിൽ കൂടിയാണ് ഇവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. സിബിൻ മാനസികമായി ഇത്രയധികം തകരുവാനുള്ള മറ്റൊരു കാരണവും അതുതന്നെയാണ്. ലാലേട്ടൻ അദ്ദേഹത്തെ മിനിറ്റുകളോളം നിർത്തിപ്പൊരിക്കുന്നു. ചെറിയൊരു ഇടവേള കിട്ടിയപ്പോൾ ഉടൻ തന്നെ പവർ റൂമിൽ നിന്നും പിടിച്ചു പുറത്താക്കിക്കൊണ്ട് ശിക്ഷാ നടപടികൾ പൂർത്തീകരിക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിബിൻ തകരാതിരിക്കുവാൻ കഴിയില്ല. കാരണം പുറം ലോകത്ത് തനിക്കെതിരായിട്ടാണ് ജനങ്ങൾ മുഴുവനും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. തൻ്റെ മോശമായൊരു പ്രവൃത്തി ഇത്രയധികം പ്രശ്നമുണ്ടാക്കി എന്ന ചിന്തയാണ് അദ്ദേഹത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി അവിടെ തുടർന്നിട്ട് കാര്യമില്ല, വിട്ടുപോവുക എന്നുള്ള നിലപാട് വരുന്നതും മാനസികമായിട്ടുള്ള തകർച്ചയിലേക്ക് അദ്ദേഹം എത്തുന്നതും. എന്നാൽ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ശരിയാകാതെ വന്നപ്പോൾ ബിഗ് ബോസിന്റെ മുമ്പിൽ കട്ടായം താൻ തൻ്റെ തീരുമാനം തുറന്നു പറഞ്ഞപ്പോൾ സൈക്കോളജിസ്റ്റിനെ തനിക്ക് കൊടുക്കുകയാണ്. സൈക്കോളജിസ്റ്റിന്റെ അടുക്കൽ പോയിട്ട് തിരിച്ചു വന്നത് മറ്റൊരു സിബിനായിരുന്നു. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതെ, പുറം ലോകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അവിടെ നിങ്ങളുടെ ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെ ക്ഷമിക്കുന്നവരാണ് ഏറ്റവും അധികം ആൾക്കാർ. നിങ്ങൾ തെറ്റാണ് ചെയ്തതെങ്കിൽ പോലും അത് മലയാളിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ജനലക്ഷങ്ങളാണ്. അവരെ നിരാശരാക്കിക്കൊണ്ടായിരിക്കും നിങ്ങൾ ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് പുനഃപരിശോധന ആവശ്യമാണ്. നിങ്ങളിവിടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗെയിം ഇവിടെ കാണുവാൻ കഴിയും ജനങ്ങൾക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പിലേക്ക് നടന്നെടുക്കുവാനും കഴിയും. അത്രമാത്രം ജനലക്ഷങ്ങളുടെ പിന്തുണയാണ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതകൾ സിബിന് കൃത്യമായിട്ട് സൈക്കോളജിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും തകർന്നു പോയൊരു മനുഷ്യൻ 10 മിനിറ്റ് കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ പഴയൊരു സ്ഥിതിയിലേക്ക് മടങ്ങിയെത്തുക. താൻ പറയുന്നുണ്ട് തൻ്റെ പൂർവ്വകാലം മെന്റൽ ഡ്രോമയിലേക്ക് പോയൊരു മനുഷ്യനാണ്. 1 വർഷമെടുത്തു ആ ഡ്രോമയിൽ നിന്നും താൻ പുറത്തു വരുവാൻ വേണ്ടി. ആ അവസ്ഥയിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെല്ലാം ഭയമാണ്. എനിക്ക് ശബ്ദം കേൾക്കുന്നത് ഭയമാണ്. ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയ മനുഷ്യൻ നോക്കാം, ഒരാഴ്ച കൂടി നമുക്കൊന്ന് പിടിച്ചു നോക്കാം, രക്ഷപ്പെട്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ആ മുഖം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അയാൾ ശാന്തനാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹം മെന്റലി ഇപ്പോൾ ഫിറ്റായിട്ട് തന്നെയാണ് വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. അതെ, പുറം ലോകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും തനിക്ക് പുറം ലോകം ഏത് തരത്തിലുള്ള വിലയാണ് ഇട്ടിരിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു ജാസ്മിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ്. പുറത്ത് നടക്കുന്നതൊന്നും അകത്ത് പറയാൻ പാടില്ല എന്നുള്ള ലിഖിതമായ നിയമമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെങ്കിലും ചില ഘട്ടങ്ങളിൽ ചില മത്സരാർത്ഥികൾക്ക് വേണ്ടി ബിഗ് ബോസിന് വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതെ, ഈ ഗെയിം മുൻപോട്ട് കൊണ്ടുപോകണ്ടേ? അതിനുവേണ്ടി ഒന്നാമത്തെ വിഷയം, ഇവരെയൊക്കെ ആശ്രയിച്ചാണ് ഈ ഗെയിം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഇതിനകത്തൊന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രേക്ഷകർക്ക് കാണുവാനും ആനന്ദിക്കുവാനും തക്കവണ്ണം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇവറ്റകളൊക്കെ ഇതിനകത്ത് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ കലഹമായിരിക്കാം, അല്ലെങ്കിൽ മോശമായിട്ടുള്ള പല പ്രവർത്തികളായിരിക്കാം. എന്താണെങ്കിൽ പോലും ഇവരിതിനകത്ത് നിന്നെങ്കിൽ മാത്രമേ ഈ ഷോ മുൻപോട്ട് പോവുകയുള്ളൂ. മുടക്കിയ പൈസ തിരിച്ചു പിടിക്കണ്ടേ? അതുകൊണ്ട് ചില സാഹചര്യങ്ങളിലെങ്കിലും നിയമപുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് കണ്ണടച്ച് അവരെ അകത്തേക്ക് കയറ്റിവിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ സിബിൻ കോൺഫിഡൻസോടുകൂടി കളിക്കും. അതെ, തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ ഈ മടങ്ങിവരവ് അദ്ദേഹം ആഘോഷിക്കും. കാരണം സിബിന് വ്യക്തമായിട്ടുണ്ട് പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്. അതെ, പുറം ലോകത്തെ കാര്യങ്ങളെല്ലാം സിബിനോട് വളരെ കൃത്യമായി ബിഗ് ബോസും മനഃശാസ്ത്രജ്ഞനും പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നു.